പത്തരമാറ്റിൽ ഉടൻ വരുവാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അനന്തപുരിയിൽ അഭിയുടെ കാര്യത്തിൽ ഏകദേശം കലാശക്കൊട്ട് തുടങ്ങുവാൻ പോവുകയാണ്. പക്ഷേ മുത്തശ്ശനോ ആദർശനോ നയനയ്ക്കോ ഒന്നും തന്റെ കള്ളക്കളികളെക്കുറിച്ച് ഇതുവരെയും ഒരറിവുമില്ല എന്നുള്ള ചിന്തയിൽ തന്നെയാണ് അഭി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അഥവാ തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ സംഭവിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ എന്നവണ്ണം ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുൻപിലെറിയുന്നത് പോലെ നവ്യയെ സ്നേഹിച്ച് അഭി അങ്ങ് കൊല്ലുകയാണ്. ഇതിനിടയിൽ നന്ദാവനത്തിൽ നിന്നും അഭി നവ്യയെയും കുഞ്ഞിനെയും അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. മടങ്ങിയെത്തിയ നവ്യയുടെ ഉള്ളിലേക്ക് സദാസമയവും ഇപ്പോൾ അഭി നിരന്തരമായി വിഷം കുത്തിവെച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഭി പറയുന്നുണ്ട്, എടി മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അതിനോടൊക്കെ അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത്. നിന്നെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ വീട്ടിലുള്ള എല്ലാവരോടും എല്ലാ നല്ല കാര്യങ്ങളോടും എപ്പോഴും ഞാൻ മുഖം തിരിച്ചു തന്നെയാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിൽ നല്ലൊരു പങ്ക് നിനക്കുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റത്തെക്കുറിച്ച് അനന്തപുരിയിലെ എല്ലാവർക്കും നന്നായി അറിയുകയും ചെയ്യാം. പക്ഷേ മുത്തശ്ശനും ആദർശേട്ടനും ഈ പുറമെ കാണിക്കുന്ന ആദർശവും സത്യസന്ധതയും മാത്രമേ ഉള്ളൂ. അവരിപ്പോഴും എന്നെ ആ പഴയ കണ്ണുകൊണ്ട് തന്നെയാണ് കാണുന്നത്. എടാ അഭി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതൊക്കെ മാറി വരാൻ കുറച്ച് കാലമെടുക്കും. നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ തുറന്നങ്ങ് പറയാം. ഇപ്പോഴും എനിക്ക് നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിനു മുൻപും നീ എന്നെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നതായി അഭിനയിച്ചിട്ട് എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ആളാണ്. ചിലപ്പോഴെങ്കിലും നിന്റെ ഓരോരോ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ നാളെ നേരെ തിരിയുമോ എന്നുള്ളതാണ്. നിന്റെ ഭാര്യയായി എനിക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയണം. ഇത് കേൾക്കുമ്പോഴേക്കും അഭിക്ക് വല്ലാത്തൊരു ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അത് പുറമെ പ്രകടിപ്പിക്കാതെ അഭി പറയുകയാണ്, മോളെ, ഇനി ഒരിക്കലും അഭി പഴയ അഭി ആവില്ല. നിനക്കെന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ പ്രധാനപ്പെട്ട ഒരു സങ്കടമുണ്ട്. ഇത്രയുമൊക്കെ മാറ്റങ്ങൾ എന്നിലുണ്ടായിട്ടും മുത്തശ്ശനും ആദർശേട്ടനും ഒരിക്കൽ പോലും അത് അംഗീകരിക്കുവാനോ എന്നെ ഒന്ന് പരിഗണിക്കുവാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. 1-2 ബ്രാഞ്ചുകളുടെയൊക്കെ ചുമതല എനിക്ക് നൽകുമെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് വാക്കു പറഞ്ഞിരുന്നു. എന്നെ അത് ഒത്തിരി മോഹിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ അവരങ്ങനെ സംസാരിച്ചതായി ഓർക്കുന്നു പോലുമില്ല എന്ന രീതിയിലാണ് അവരുടെ പുതിയ വർത്തമാനങ്ങളൊക്കെ. ഇവിടെയാണ് അവരുടെയൊക്കെ സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഞാൻ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ മോൾ എന്നെ തിരുത്തണം. മൂർത്തിസ് ജ്വല്ലറിയുടെ MD ആണ് ആദർശധീരനായ ആദർശ്. പക്ഷേ അയാളുടെ മുഖംമൂടി ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഏതോ ഒരു പെണ്ണിനെ പിഴപ്പിച്ച് അവളിൽ കൊച്ചിനെയും ഉണ്ടാക്കി ഒടുവിൽ ആ കൊച്ചിനെ ചുമക്കേണ്ട ഗതികേട് ഇപ്പോൾ അനന്തപുരി തറവാടിന് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒടുവിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പരസ്യമായിട്ട് അങ്ങ് സമ്മതിച്ചു ആ കൊച്ചിൻ്റെ തന്ത അവനാണെന്ന്. എന്നിട്ടും അവനെതിരായി ഒരു ചെറു വിരൽ പോലും അനക്കുവാനോ അവനെ ചോദ്യം ചെയ്യാനോ ഇപ്പോഴും അവനിരിക്കുന്ന പൊസിഷനിൽ നിന്നും ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ അവനെ ഒന്ന് തരം താഴ്ത്താനോ മുത്തശ്ശൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഓർക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഞാനിത് പറയുമ്പോൾ നീ തെറ്റിദ്ധരിക്കരുത്. നിന്റെ അനിയത്തിയുടെ ഭർത്താവിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. പക്ഷെ മോളെ, അവരെ പോലെ നമ്മളും ഒരു കുടുംബമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു കുഞ്ഞുകൂടി പിറന്നിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പല നന്മകളും അംഗീകാരങ്ങളുമുണ്ട്. അതൊക്കെ ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ? മൂത്ത് നരച്ചു കഴിയുമ്പോഴാണോ കിട്ടേണ്ടത്? അതിൻ്റെ ഒന്നും ആവശ്യം ഈ അഭിക്കില്ല. കിട്ടുന്നെങ്കിൽ ഇപ്പോൾ കിട്ടണം. ഇവിടെ ഇരട്ട നീതിയാണ്. തെറ്റ് ചെയ്തവൻ ഇപ്പോഴും സിംഹാസനത്തിൽ ഇരിക്കുന്നു. നിരപരാധിയായ ഞാൻ വെറും ഒരു കൂലിക്കാരനെ പോലെ അടിമപ്പണിയും ചെയ്ത് നടക്കുന്നു. അല്ല, നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇത് ന്യായമാണോ അന്യായമാണോ എന്നുള്ളത്. എന്നിട്ട് നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നീ പറ. എൻ്റെ മോളെ, ഭൂമിയിൽ മറ്റാർക്കെങ്കിലും ക്ഷമിക്കാൻ പറ്റുന്നൊരു തെറ്റാണോ അവൻ ചെയ്തത്? പക്ഷേ നിന്റെ അനിയത്തി വളരെ തന്ത്രപരമായി ഇവിടെ മാലാഖ കളിക്കുകയാണ്. അവൾ എല്ലാവരോടും പുറമെ സ്നേഹവും സൗമ്യതയും പ്രകടിപ്പിച്ചിട്ട് ഉള്ളിൽ സ്വാർത്ഥതയും കുശുമ്പും സർവോപരി വിഷവും ഒതുക്കി വെച്ച് നടക്കുന്നവളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഭർത്താവിനോട് എത്ര സ്നേഹമുള്ള ഭാര്യയാണെന്ന് പറഞ്ഞാലും ഈ സമയത്ത് ക്ഷമിക്കാൻ തയ്യാറാകുമോ? അത് പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഇത് ചെയ്തിരുന്നതെങ്കിൽ മോൾ എന്നോട് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? അവിടെയാണ് നയനയുടെ വിഷം നമ്മൾ തിരിച്ചറിയേണ്ടത്. അവൾ അവനോട് ക്ഷമിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, ആ കുഞ്ഞിനെ സ്വന്തം മകളായി ഏറ്റെടുക്കുവാനും വളർത്തുവാനും തയ്യാറായി. ഇത്രയുമൊക്കെ അധപ്പതിക്കുവാൻ ഈ ഭൂമിയിൽ ഏത് സ്ത്രീക്ക് കഴിയും മോളെ? എനിക്ക് അവരുടെ രീതികൾ കണ്ടിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഇതിൻ്റെ പിൻപിൽ അവളുടെ തന്ത്രം എന്താണ് എന്നുള്ളത്? അവൾ നോക്കുമ്പോൾ ഇത്രയും കൊടിയൊരു പാപം ചെയ്ത് ഒരു കൊച്ചിനെയും കൊണ്ട് ഈ തറവാട്ടിൽ കയറി വന്ന അവന്
ജ്വല്ലറിയുടെ MD സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല. മുത്തശ്ശന്റെ ശകാരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. ഈ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും സഹിക്കാതെ അവൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവനെ കളഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോയാൽ നഷ്ടം അവൾക്ക് മാത്രമാണെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അനന്തപുരിയിലെ കോടികളുടെ സ്വത്തിന്മേലാണ് നിന്റെ അനിയത്തിയുടെ കണ്ണ്. ഭർത്താവിന് രഹസ്യമായി എത്ര ഭാര്യമാരുണ്ടായാലും അതിലെത്ര കൊച്ചുങ്ങളുണ്ടായാലും അതൊന്നും പ്രശ്നമല്ല. വേണമെങ്കിൽ എൻ്റെ മക്കളായി ഞാൻ അവരെ എല്ലാം ഏറ്റെടുത്തോളാം. എന്നാലും തറവാട്ടിലെ സമ്പത്ത് നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് അവളുടെ മനസ്ഥിതി. ഇവളെ ഒരു മനുഷ്യ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കാൻ എങ്ങനെയാണ് മോളെ കഴിയുക? നീ സത്യസന്ധമായി പറയണം. ഈ സ്ഥാനത്ത് ഞാനായിരുന്നു പ്രതിയായി വന്നിരുന്നതെങ്കിൽ ഇതുപോലെ ആയിരിക്കുമായിരുന്നോ നിന്റെ പ്രതികരണം? അബിയുടെ ഈ കുത്തിത്തിരിപ്പ് വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നവ്യയുടെ രക്തം മെല്ലെ തിളയ്ക്കാൻ തുടങ്ങി. പുറമെ പറയുന്നില്ലെങ്കിലും വളരെ നീരസമുള്ള മുഖത്തോടുകൂടി നവ്യ ഉള്ളിൽ ചിന്തിക്കുകയാണ്, സത്യമല്ലേ ഇവൻ പറയുന്നത്? നയനയ്ക്ക് ഇത്രത്തോളം തരം താഴാൻ എങ്ങനെ കഴിഞ്ഞു? ഭൂമിയിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണോ അവൾ ചെയ്തത്? അതും ഇത്രയും നാൾ പത്തരമാറ്റിന്റെ പരിശുദ്ധിയും പറഞ്ഞു നടന്ന അവളുടെ ഭർത്താവ് അത് ചെയ്തപ്പോൾ. സത്യത്തിൽ എല്ലാവരും എൻ്റെ സ്വഭാവദൂഷ്യത്തെക്കുറിച്ചാണ് പരക്കെ ആക്ഷേപം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ മിണ്ടാപ്പൂച്ച കലമുടച്ചു എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി അവളുടെ കാര്യം. അബി പകർന്നു കൊടുത്ത വിഷം മനസ്സിലിട്ട് ചിന്തിച്ച് നവ്യയുടെ മനസ്സിലും വല്ലാത്ത പകയും വെറുപ്പും ആദർശിനോടും നയനയോടും തോന്നി തുടങ്ങുകയാണ്. ആദർശിനോടും നയനയോടും മാത്രമല്ല, മുത്തശ്ശനോടും മുത്തശ്ശിയോടും മാനസികമായി നവ്യയ്ക്ക് അകൽച്ച വരുവാൻ തുടങ്ങി. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുഖം കാണുമ്പോൾ തന്നെ നവ്യ അകന്നു മാറുകയും നവ്യയുടെ കുഞ്ഞിനെ അവരുടെ കൈകളിൽ താലോലിക്കാൻ കൊണ്ടു കൊടുക്കുകയോ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കുകയോ ചെയ്യാതെ നവ്യയുടെ ഉള്ളിലുള്ള വെറുപ്പ് അകൽച്ച പോലെ പുറമെ പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ നവ്യ ഇപ്പോൾ പഴയ നവ്യയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഇതിനിടയിൽ ജലജയും നവ്യയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തുടർന്ന് ജലജ കൂടെ നവ്യയോട് പറയുന്നുണ്ട്, നവ്യേ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലാണ്. അതിൻ്റെ പ്രധാന കാരണക്കാരൻ ദേ ഈ കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞാണ്. നിങ്ങളിപ്പോൾ കെട്ടുറപ്പുള്ള ഒരു നല്ല കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്നാൽ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് ഈ കുഞ്ഞങ്ങ് വളരും. പിന്നീട് അതിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള കരുതലുകളും തയ്യാറെടുപ്പുകളും ഒക്കെ നിങ്ങൾ നടത്തേണ്ടി വരും. കാര്യം അനന്തപുരി തറവാട്ടിൽ കണക്കറ്റ സ്വത്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഇപ്പോഴും അച്ഛൻ്റെയും ആദർശിൻ്റെയും കൺട്രോളിൽ തന്നെയാണ്. ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും അവർ തന്നാൽ നമുക്ക് വാങ്ങാം എന്നല്ലാതെ കൂടുതലൊന്നും ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ടത് നിങ്ങൾ കൈവശപ്പെടുത്തിയെടുത്തേ പറ്റൂ. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ ഓരോരുത്തരുടെയും മുമ്പിൽ തുറന്നു പറയണം. മഹാപാപം ചെയ്ത് ഒരു കുഞ്ഞിനെയും ഉണ്ടാക്കി അനന്തപുരിയിലേക്ക് വന്നു കയറിയ ആദർശ് ഇപ്പോഴും മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണ്. എന്നാൽ നിന്റെ ഭർത്താവ് അവിടുത്തെ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലിക്കാരിൽ ഒരാൾ മാത്രം. അവന് മാസം തോറും കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് നവ്യ ജീവിച്ചു പോവുക? ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം. ഒട്ടനവധി കാര്യങ്ങൾ വേറെയുമില്ലേ? അതുകൊണ്ട് നവ്യ, നീ നയനയോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം. അബിക്ക് ജ്വല്ലറിയുടെ ഏതെങ്കിലും 2-3 ബ്രാഞ്ചിന്റെ ചുമതല ആദർശിനോട് പറഞ്ഞ് എത്രയും വേഗം വാങ്ങിക്കൊടുക്കാൻ നീ പറയണം. നീ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ അതനുസരിക്കും. കുറഞ്ഞ പക്ഷം എത്രയും പെട്ടെന്ന് ജ്വല്ലറിയിലെ ജോലിയുടെ ഒരു സ്ഥാനക്കയറ്റമെങ്കിലും അബിക്ക് ലഭിച്ചേ പറ്റൂ. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് TV-യിലും പത്രത്തിലുമൊക്കെ കാണുന്നത് പോലെയാണ്. രാജ്യത്തിന്റെ സമ്പത്തിലെ 90% കൈയടക്കി വെച്ചിരിക്കുന്നത് 1% വരുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നത് പോലെയാണ്. അനന്തപുരിയിലെ സ്വത്തിന്റെ 99% ഒരാൾ മാത്രം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഈ സമ്പ്രദായത്തിന് ഇനിയെങ്കിലും ഇവിടെ ഒരു മാറ്റം വരുത്തിയേ പറ്റൂ. ജലജയുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് മൗനമായിരിക്കുന്ന നവ്യയുടെ മനസ്സ് പറയുന്നുണ്ട്, സത്യമല്ലേ ഇവരീ പറയുന്നത്? നമ്മളിതെല്ലാം കണ്ടു മിണ്ടാതിരുന്നാൽ എല്ലാ കാലത്തും ഇങ്ങനെ മിണ്ടാതെ നടക്കാനേ പറ്റൂ. എന്തായാലും നയനയോട് ഇതേപ്പറ്റി സംസാരിച്ചേ തീരൂ. തുടർന്ന് കാണുന്നത് നവ്യ നയനയുടെ അരികിലേക്ക് ചെല്ലുന്ന കാഴ്ചയാണ്. എന്നിട്ട് അല്പം പരുഷമായ ശബ്ദത്തോടുകൂടി, എടി, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. നവ്യയുടെ ഈ സംസാരം കേട്ടപ്പോൾ തന്നെ നയനയൊന്ന് ഞെട്ടുന്നുണ്ട്. തുടർന്ന് നയന ചോദിക്കുകയാണ്, ചേച്ചിക്ക് എന്തു പറ്റി? ശബ്ദത്തിനൊക്കെ ഒരു വലിയ മാറ്റം പോലെ. ചിലപ്പോൾ ശബ്ദത്തിനൊക്കെ മാറ്റം വന്നുവെന്നിരിക്കും. മനുഷ്യരല്ലേ, എല്ലാ കാലത്തും ഒരുപോലെയൊന്നും തുടരാൻ പറ്റില്ലല്ലോ. ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ചേച്ചിയുടെ ഇപ്പോഴത്തെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ആ പഴയ നവ്യേച്ചിയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നവ്യ, അതേടി, ഞാൻ ചിലപ്പോൾ പഴയ നവ്യ തന്നെ ആയിരിക്കും. അതിനകത്ത് എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് ഞാൻ അങ്ങ് സഹിച്ചു. അതെ, അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്താ ചേച്ചി, എന്തു പറ്റി? എന്താ പ്രശ്നം? പറഞ്ഞോളൂ. പ്രശ്നം ഗുരുതരമാണ് നയനെ. എനിക്ക് പറയാനുള്ളത് എൻ്റെയും അബിയുടെയും കാര്യമാണ്.
നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ, കുറച്ച് നാളുകളായിട്ട് അവൻ എന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പരിചരണങ്ങളും കൃത്യസമയത്ത് നൽകുകയും ഒക്കെ ചെയ്യുന്നത്. ആദർശേട്ടൻ കൊടുക്കുന്ന നക്കാപ്പിച്ച മാത്രമേ അവൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നത്. പക്ഷേ ഇനി ഞങ്ങൾക്ക് ചിലവുകൾ വർദ്ധിക്കുകയാണ്. ഓരോ ആവശ്യത്തിനും ഇവിടുത്തെ പ്രമാണിമാരുടെ മുമ്പിൽ ഇങ്ങനെ കൈ നീട്ടി നിൽക്കുവാനും തൊഴുതു നിൽക്കുവാനും ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം. അത് നീ തീരുമാനിച്ചാലേ നടക്കൂ. ചേച്ചി എന്താണ് ഈ പറഞ്ഞു വരുന്നത്? നിനക്ക് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? എങ്കിൽ തുറന്നങ്ങ് പറയാം. മൂർത്തീസ് ജ്വല്ലറിയുടെ വെറും ഒരു എംപ്ലോയി ആയി മാത്രമാണ് അബി ഇപ്പോൾ ആയിരിക്കുന്നത്. അത് പറ്റില്ല. കുറഞ്ഞത് 3-4 ബ്രാഞ്ചുകളുടെ ചുമതലയെങ്കിലും പെട്ടെന്ന് അവനെ ഏൽപ്പിക്കാൻ നീ ആദർശേട്ടനോട് പറയണം. ഇത് കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് ആകെ കൂടി അരിശം വരുന്നുണ്ട്. എന്നിട്ട് നയന മനസ്സിൽ പറയുകയാണ്, കൊള്ളാം, കള്ളന് കഞ്ഞി വെച്ച ആ വൃത്തികെട്ടവന് വേണ്ടി ഈ ചേച്ചി എന്തറിഞ്ഞുകൊണ്ടാണ് ഈ വക്കാലത്ത് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്? സത്യങ്ങളൊക്കെ ചേച്ചി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ മുഖത്ത് ആദ്യം അടിക്കുന്നത് എൻ്റെ ചേച്ചി തന്നെ ആയിരുന്നേനെ. തുടർന്ന് വളരെ സൗമ്യതയോടുകൂടി നയന നവ്യോട് പറയുകയാണ്, ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? മൂർത്തീസ് ജ്വല്ലറിയുടെ ചുമതല അബിയെ ഏൽപ്പിക്കാൻ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞാൽ ആദർശേട്ടൻ അത് അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആദർശേട്ടൻ ഇപ്പോഴും അബിയെ വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നയനെ, നീ കൂടുതൽ എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കരുത്. എൻ്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. ഈ ആദർശേട്ടൻ എന്ന് പറയുന്നവനെ ഭൂമിയിൽ ഏറ്റവും അധികം ബഹുമാനിച്ചിരുന്നൊരു പെണ്ണാണ് ഞാൻ. പക്ഷേ ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും അധികം അയാളെ വെറുക്കുന്നൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അതും ഈ ഞാൻ തന്നെയാണ്. എന്തൊക്കെയായിരുന്നു വാഴ്ത്തിപ്പാടി നടന്നിരുന്നത്? പേരുപോലെ തന്നെ ആദർശ ധീരൻ, മുത്തശ്ശൻ്റെ തനി പകർപ്പ്, സത്യസന്ധൻ. എന്നിട്ടിപ്പോൾ എന്തായി? അയാൾ ഇത്രയും വൃത്തികെട്ടവനായിരുന്നുവെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഭൂമിയിൽ ഒരു മനുഷ്യനും തരം താഴാൻ പറ്റാത്ത രീതിയിലേക്കാണ് ആദർശധീരൻ ഇപ്പോൾ തരം താഴ്ന്നിരിക്കുന്നത്. എന്നിട്ടും എല്ലാവർക്കും അയാളെ വിശ്വാസമാണ്. പാവം എൻ്റെ ഭർത്താവിനെ മാത്രം ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് നയനെ? ഇത്രയുമൊക്കെ കേട്ടപ്പോഴേക്കും നയനയുടെ കൺട്രോൾ പോകുന്നത് പോലെ ആവുകയാണ്. നയന ശബ്ദമുയർത്തി ചോദിക്കുകയാണ്, ചേച്ചി എന്തറിഞ്ഞുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്? എന്താ നയനെ, ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? പ്രായം കൊണ്ട് നീ എൻ്റെ അനിയത്തിയാണ്. എങ്കിലും എനിക്ക് നിന്നോട് ബഹുമാനമായിരുന്നു. നിന്റെ സ്വഭാവവും നിന്റെ രീതികളും നിന്റെ പക്വതയുമൊക്കെ എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് നിന്നോട് വെറുപ്പാണ്, അറപ്പാണ് തോന്നുന്നത്. ഈ ഭൂമിയിൽ ഒരു ഭാര്യയ്ക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തരം താഴാം, പക്ഷെ ഇത്രയും അധപ്പതിക്കരുത്. ഭർത്താവിന് അവിഹിതത്തിലുണ്ടായ കൊച്ചിനെയും ഒക്കത്ത് വെച്ച് സ്വന്തം മോളാണെന്ന് പറഞ്ഞ് നടക്കാൻ നിനക്ക് നാണമില്ലേടി? ഇത്രയും കേൾക്കുമ്പോഴേക്കും നയനയുടെ കണ്ണുകൾ അങ്ങ് നിറഞ്ഞൊഴുകുകയാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ചേച്ചി, ആദർശേട്ടൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ആദർശേട്ടനൊപ്പം ഇപ്പോഴും ഞാൻ തുടരുന്നത്. എടി, നീ കൂടുതൽ പൂങ്കണ്ണീരൊന്നും ഒഴുക്കി എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. നിന്റെ മനസ്സ് വായിക്കാൻ എനിക്ക് നന്നായിട്ട് പറ്റുന്നുണ്ട്. പോട്ടെ, അതേക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഇത്രയുമൊക്കെ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ആവശ്യം അബിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്നുള്ളതാ. നീ അത് ചെയ്തിരിക്കണം. 3-4 ബ്രാഞ്ചിൻ്റെ ചുമതല എത്രയും പെട്ടെന്ന് അബിക്ക് കൈമാറുവാൻ ആദർശിനോട് പറഞ്ഞിരിക്കണം. ചേച്ചി, ആദർശേട്ടൻ മുത്തശ്ശനോട് പറഞ്ഞാൽ മുത്തശ്ശൻ ഇതൊക്കെ അംഗീകരിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എടി, ആദർശ് പറഞ്ഞാൽ അംഗീകരിച്ചില്ലെങ്കിൽ നീ പറയണം. നീ പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ കിളവൻ അംഗീകരിക്കും. അങ്ങനെയാണല്ലോ ഇതുവരെ ഇവിടെ നടന്നുകൊണ്ടിരുന്നതൊക്കെ. നവ്യയുടെ ഈ സംസാരമെല്ലാം കേട്ടുകൊണ്ട് മുറിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് ആദർശ്. തുടർന്ന് ആദർശ് അകത്തേക്ക് കയറിയിട്ട് പറയുകയാണ്, നവ്യേ, നീ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ഞാനിവിടെ വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്നു. പക്ഷേ തൽക്കാലം നിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു തരാൻ പറ്റില്ല. അതെന്താ അംഗീകരിക്കാൻ പറ്റാത്തത്? അയാൾ അനന്തപുരിയിലെ കൊച്ചുമകനല്ലാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറഞ്ഞേക്ക്. ആദർശേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളിപ്പോൾ കുടുംബമായി, ഞങ്ങൾക്കൊരു കുഞ്ഞും ജനിച്ചു. പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. എല്ലാ മാസവും ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന കൂട്ടത്തിൽ അബിയുടെ കയ്യിൽ കൊടുക്കുന്ന നക്കാപ്പിച്ച കൊണ്ട് ഒരു കുടുംബം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നിങ്ങളുടെ മുൻപിൽ വന്ന് കൈ നീട്ടണം. അങ്ങനെ ഇരന്നു വാങ്ങിക്കൊണ്ടുപോകുന്ന ആ രീതിയോടാണ് നിങ്ങൾക്ക് താല്പര്യം. പക്ഷെ ഇനി അത് പറ്റില്ല. മൂർത്തീസ് ജ്വല്ലറിയുടെ 3-4 ബ്രാഞ്ചുകളുടെ ചുമതല അബിക്ക് കൊടുത്തേ പറ്റൂ. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഞങ്ങൾ തയ്യാറല്ല. ഇത്രയും കാലം അബിയായിരുന്നു അനന്തപുരിയിലെ മുടിയനായ പുത്രൻ. പക്ഷേ കാലം എല്ലാത്തിനും വളരെ വ്യക്തമായി കണക്ക് പറഞ്ഞു. അല്ല, ആദർശേട്ടന് ലജ്ജ തോന്നുന്നില്ലേ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? നിങ്ങളെ ഒരു വിഗ്രഹം പോലെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ആളാണ് ഞാൻ. ആ വിഗ്രഹം ഇപ്പോൾ നിങ്ങൾ തന്നെ ഉടച്ചു കളഞ്ഞു. അതൊക്കെ നിങ്ങളായി, നിങ്ങളുടെ പാടായി. അത് സംബന്ധിച്ച് ഇവൾക്കില്ലാത്ത വേദന എന്തിനാണ് എനിക്ക്? അതുകൊണ്ട് ഞാൻ അതിലൊന്നും കൈകടത്താൻ വരുന്നില്ല. പക്ഷേ
ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യമാണ്. അതിലൊരു തീരുമാനമുണ്ടായേ പറ്റൂ. അത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ആദർശേട്ടനൊരു കാര്യം ചെയ്യും. ഞങ്ങൾക്കുള്ള ഷെയർ ഞങ്ങൾക്ക് ഇങ്ങ് തന്നേരെ. ഈ അനന്തപുരിയിൽ നിന്നും എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിച്ചോളാം. ഒരു കാരണവശാലും ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കൽ പോലും ഞങ്ങൾ ഇവിടേക്ക് മടങ്ങി വരില്ല. ഇത്രയും കേൾക്കുമ്പോഴേക്കും നയനയുടെ ഉള്ളിൽ കോപം അങ്ങോട്ട് ഇരച്ചു കയറുകയാണ്. നയന പറയുകയാണ്, ചേച്ചി നിർത്തിക്കേ, ഇനി ഒരക്ഷരം ഇവിടെ ഒന്നും മിണ്ടരുത്. എന്താടി ഞാൻ മിണ്ടിയാൽ നീ എന്നെ എന്തു ചെയ്യും? എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയൊന്നും അല്ല ചേച്ചി. ചേച്ചി ഇവിടുന്ന് കരഞ്ഞുകൊണ്ടിറങ്ങി പോകേണ്ടി വരും. ഓ അത് ശരി, അനന്തപുരി തറവാട് ഭരിക്കുന്ന തമ്പുരാട്ടിയാണല്ലോ നീ ഇപ്പോൾ, അല്ലേ? അപ്പോൾ ആര് ചിരിക്കണം ആര് കരയണം എന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം. പക്ഷെ നീ ഒന്ന് ഓർത്തോ നയനെ, അങ്ങനെ നിന്റെ മുൻപിൽ തോറ്റു തരാൻ നവ്യ ഒരിക്കലും തയ്യാറല്ല. കാണിച്ചു തരുന്നുണ്ട് ഞാൻ ആരാണ് കരയുന്നത് ആരാണ് ചിരിക്കുന്നത് എന്നൊക്കെ. അധികം താമസിയാതെ തന്നെ നിന്റെ മുമ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇത്രയും പറഞ്ഞിട്ട് നവ്യ കോപത്തോടെ അവിടെ നിന്നും തിരിച്ചിറങ്ങി പോവുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് പെട്ടെന്ന് മുഖം വെട്ടിത്തിരിച്ച ആദർശ്, ഛേ കഷ്ടം, എന്തൊരു ദുരിതമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ശപിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, നവ്യേച്ചി ഒറ്റ ആഴ്ച കൊണ്ടാണ് ആകെ മാറിയത്. പഴയ നവ്യേച്ചിയിലേക്ക് ഇപ്പോൾ വീണ്ടും മടങ്ങിപ്പോയിരിക്കുകയാണ് ചേച്ചി. കഴിവിൻ്റെ പരമാവധി മിണ്ടാതെ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷേ ആദർശേട്ടൻ്റെ നേരെ വിരൽ ചൂണ്ടിയത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പൊട്ടിത്തെറിച്ചത്. ആദർശേട്ടാ, സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ എനിക്കങ്ങ് തോന്നുകയാണ്. ഞാൻ നവ്യേച്ചിയുടെ അടുക്കൽ പോയി കാര്യങ്ങളൊക്കെ പറയട്ടെ. ഉടനെ ആദർശ്, നയനെ, നീ ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. പെട്ടെന്നുള്ളൊരാവേശത്തിൽ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ എല്ലാം തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയുമൊക്കെ ബഹളം നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പോവുക കൂടി ചെയ്ത സാഹചര്യത്തിൽ നവ്യ തുടർന്ന് എന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് ശാന്തമാകട്ടെ, സാവകാശം കാര്യങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്താം. തുടർന്ന് ആദർശ് നയനയോട് പറയുന്നുണ്ട്, നയനെ, എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. നമ്മൾ മിണ്ടാതിരുന്നാൽ പോവുകയും വരികയും ചെയ്യുന്ന ഓരോരുത്തരും നമ്മുടെ തലയിൽ കയറിയിറങ്ങി നിരങ്ങും. അതുകൊണ്ട് ഞാൻ അബിയെ ഒന്ന് കാണട്ടെ, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. ഇത് പറഞ്ഞിട്ട് ആദർശ് അബിയെ കാണുവാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാണുന്നത് അബിയുടെ മുൻപിൽ നിന്നുകൊണ്ട് ആദർശ് പറയുകയാണ്, എടാ, നവ്യയെ കുത്തിയിളക്കി എരികേറ്റി വിട്ടത് നീയായിരുന്നു അല്ലേ? മൂർത്തിസ് ജ്വല്ലറിയുടെ എത്ര ബ്രാഞ്ച് നിനക്ക് വേണം? എത്ര എണ്ണം നോക്കി നടത്താനുള്ള കപ്പാസിറ്റി നിനക്കുണ്ട്? പറ. ഒരു തീരുമാനം ഇപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ മേൽ ഉണ്ടാക്കാം. അയ്യോ ഏട്ടാ, ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ അവളോട് അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. നീ ഒന്നും സംസാരിച്ചിട്ടില്ല, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അബി, ഞാനൊരു കാര്യം നിന്നോട് പറയാം. മാക്സിമം ഞാനും നയനയും മുത്തശ്ശനും ഇവിടെ മൗനം പാലിക്കുകയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് നിനക്കറിയാമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ നിന്നോട് പറയാം. നിന്റെ ഭാര്യ നവ്യയെയും ആ കുഞ്ഞിനെയും ഓർത്തിട്ട് മാത്രമാണ് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ നീ കൂടുതൽ കയറി അങ്ങ് ഹെഡ് ചെയ്യാൻ വന്നാൽ നിന്നെ എനിക്ക് പൊളിച്ചടുക്കേണ്ടി വരും. മുത്തശ്ശൻ പല ആവർത്തി എന്നോട് പറഞ്ഞതാണ്. പക്ഷേ അത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനെ കൂടി തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഞാൻ. ഏട്ടാ, ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ? മനസ്സിലാക്കി തരണോ നിനക്ക്? എടാ, നിനക്കൊരവസരം കിട്ടിയപ്പോൾ നീ എൻ്റെ തലയിൽ ചിലതൊക്കെ കെട്ടിവെച്ചിട്ട് നല്ല ഒന്നാം തരം കളി കളിച്ചു. ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിന്നെപ്പോലെയുള്ളവനല്ലാത്തത് കൊണ്ട് എല്ലാം കണ്ടില്ല എന്ന് കരുതി വിട്ടുകളയുകയാണ്. എന്നാൽ അത് കാണുമ്പോൾ നീ ചിന്തിക്കുന്നത് ഞാൻ വെറും ഉണ്ണാക്കനാണെന്നാ. അങ്ങനെ മുൻപോട്ട് നീങ്ങാനാണ് നിന്റെ ഭാവമെങ്കിൽ സകല സത്യങ്ങളും ഞാൻ എല്ലാവരുടെയും മുൻപിൽ വിളിച്ചു പറയും. ഞാനത് പറയണോ? ഉടനെ അബി ഒരു ഞെട്ടലോടെ ചോദിക്കുകയാണ്, ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്തോന്ന് സത്യം വിളിച്ചു പറയുമെന്നാണ്? ഇത് കേട്ടുകൊണ്ട് കോപത്തോടെ അബിയുടെ കോളറിൽ കയറി കുത്തിപ്പിടിച്ചിട്ട് ആദർശ് പറയുകയാണ്, ചന്തുമോള് നിന്റെ കുഞ്ഞാണ് എന്നുള്ള സത്യം അനന്തപുരിയിലെ മുഴുവൻ ആൾക്കാരോട് ഞാൻ വിളിച്ചു പറയും. ഉടനെ അബി ആദർശിന്റെ കൈ ബലമായി പിടിച്ചു മാറ്റിയിട്ട് പറയുകയാണ്, ഏട്ടാ, ഏട്ടൻ ചെയ്ത തെറ്റ് എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണോ ശ്രമിക്കുന്നത്? ഈ അനന്തപുരി തറവാട്ടിൽ അത് മുത്തശ്ശൻ വിശ്വസിക്കും. പക്ഷേ ഏട്ടൻ്റെ അമ്മ ഉൾപ്പെടെ ഒരാളും അത് വിശ്വസിക്കില്ല. നിർത്തട, ഒരക്ഷരം നീ ഇനി മിണ്ടരുത്. സകല തെളിവുകളും കയ്യിൽ വാങ്ങി വെച്ചിട്ടാണ് ആദർശ് സംസാരിക്കുന്നത്. മര്യാദയ്ക്കാണെങ്കിൽ ആ മര്യാദ എന്നിൽ നിന്നും നിനക്ക് തിരിച്ചും പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ നശിപ്പിച്ചു കളയും നിന്നെ ഞാൻ. ഇത്രയും കേൾക്കുമ്പോഴേക്കും ഒരു നിമിഷം ഹൃദയം നിലച്ചു പോയതുപോലെ അബി അങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. തുടർന്ന് ആദർശ് പടിയിറങ്ങി അനന്തപുരിയിൽ നിന്നും പുറത്തേക്കങ്ങ് പോവുകയാണ്. ആ സമയത്ത് അബി വല്ലാത്തൊരു പരിഭ്രമത്തോടെ വേഗം മുകളിലേക്ക് കയറി പോകുന്നു. തുടർന്നുടൻ തന്നെ അബി തൻ്റെ ഫോൺ എടുത്തിട്ട് ചുറ്റുപാടുകളിലൊക്കെ വീക്ഷിച്ചതിന് ശേഷം ആരും അടുത്തില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് പെട്ടെന്ന് ഗുണ്ടകളെ വിളിക്കുകയാണ്. ഈ സമയത്ത് കുട്ടിയെ ഉറക്കിക്കിടത്തിയിട്ട് നവ്യ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ അബി ആരോടോ ഫോണിൽ വളരെ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നതായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് മനസ്സിൽ,
സാധാരണ ഇവൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇത്രയും ശബ്ദം താഴ്ത്തിയല്ലല്ലോ പറയാറുള്ളത്. ഇവനിത് ആരോടാണ് ഈ സംസാരിക്കുന്നത്? ഇനി ഞാനറിയാത്ത എന്തെങ്കിലും രഹസ്യങ്ങൾ ഇപ്പോഴും അവൻ സൂക്ഷിക്കുന്നുണ്ടോ? എന്തായാലും ഇതൊന്ന് വാച്ച് ചെയ്തേ പറ്റൂ. ഇത് പറഞ്ഞുകൊണ്ട് മെല്ലെ അബി കാണാതെ പിറകിലേക്ക് മാറി നിൽക്കുകയാണ് നവ്യ. അപ്പോൾ അബി ഗുണ്ടകളോട് പറയുകയാണ്, എടാ, ഇനി കാര്യങ്ങൾ വെച്ച് താമസിക്കാൻ ഒരു നിമിഷം പോലും കഴിയില്ല. ഞാൻ കരുതിയതുപോലെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ മുൻപോട്ട് പോയത്. ആ ആദർശ് വെറും പൊട്ടനാണ് എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അവൻ നമുക്ക് ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുകയാണ്. ആ കൊച്ച് എൻ്റെ കുട്ടിയാണ് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും അവൻ്റെ കയ്യിലുണ്ട്. ഇന്ന് എൻ്റെ മുഖത്ത് നോക്കി അതവൻ തുറന്നടിച്ചു കളഞ്ഞു. ഇത്രയും കേൾക്കുമ്പോഴേക്കും നവ്യ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് നവ്യ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവൻ ഈ പറയുന്ന ഏത് കുട്ടിയുടെ കാര്യമാണ്? ഇനി എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അവൻ മറ്റൊരാളിനോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഉടനെ വീണ്ടും അബി പറയുകയാണ്, ഇന്ന് രാത്രിയിൽ തന്നെ അവളുടെ കഥ കഴിക്കണം. അവൾ ഇനി മിണ്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. അവൾ ജീവനോടെ തുടരുന്നത് അപകടമാണ്. അതുകൊണ്ട് ഈ രാത്രി എങ്ങനെയെങ്കിലും നിങ്ങൾ ആ വീടിനുള്ളിൽ കയറണം, അവളെ തട്ടണം. ഇത് കേൾക്കുമ്പോൾ വീണ്ടും നവ്യ അമ്പരപ്പോടെ മനസ്സിൽ ചോദിക്കുകയാണ്, ഇവൻ ആരുടെ കാര്യമാണ് പറയുന്നത്? ആരെയോ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണല്ലോ. ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് അവനോട് തന്നെ അങ്ങ് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഒരുപക്ഷെ എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യമാണെങ്കിലോ? ഇവൻ ഇത്രയും കാലം സ്നേഹം അഭിനയിക്കുകയായിരുന്നു അല്ലേ? ഒരുപക്ഷെ എന്നെയും കുഞ്ഞിനെയും കൂടി ഇല്ലാതെയാക്കുവാനായിരിക്കുമോ ഇവൻ ഈ പറയുന്നത്? ഈ സമയത്ത് അബി പറയുന്നത് കേട്ടിട്ട് ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട്, സാറേ, സാറ് പറയുന്നത് പോലെ രാത്രിയിൽ ആ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറുന്ന കാര്യം അതത്ര ഈസി അല്ല. സാറിൻ്റെ മുത്തശ്ശൻ ആ വീടിന് ചുറ്റിലും ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഇല അനങ്ങിയാൽ അപ്പോൾ തന്നെ അദ്ദേഹം അത് കാണും. തന്നെയുമല്ല, അങ്ങനെ സംഭവിച്ചാൽ സാർ അങ്ങ് രക്ഷപ്പെടും. പക്ഷെ ഞങ്ങളായിരിക്കും അകത്ത് പോകുന്നത്. അപ്പോൾ അബി പറയുകയാണ്, നിങ്ങളെ ഒന്നും കൊണ്ട് ഒരു കാര്യവും നടക്കില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിയോ? കൊള്ളാവുന്ന പിള്ളേർ നാട്ടിലുണ്ട്, അവരുമായിട്ട് ഞാൻ മറ്റൊരു ഡീൽ ഉറപ്പിച്ചോളാം. അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയരുത്. എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ സാറ് പറയാതെ തന്നെ ഞങ്ങളത് ചെയ്യുമായിരുന്നു. എന്തായാലും ഏതെങ്കിലും മാർഗത്തിലൂടെ ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ പണി ചെയ്യാൻ നോക്കാം സാറേ. അപ്പോൾ അബി വീണ്ടും പറയുകയാണ്, എടാ, ഒരു ബുദ്ധി ഞാൻ പറഞ്ഞു തരാം. ഈ രാത്രിയിൽ തന്നെ നേരെ നിങ്ങൾ ചെന്നങ്ങ് കയറണം. അവൾക്ക് കാവൽ നിൽക്കുന്ന ആ തള്ളയെ ആദ്യം തട്ടണം. അതിനുശേഷം അവളെയും തട്ടണം. തുടർന്ന് ആ CCTVയുടെ ഹാർഡ് ഡിസ്ക് അവിടുന്ന് പൊക്കണം. പിന്നെ യാതൊരു വിധത്തിലുമുള്ള സംശയത്തിനിട കൊടുക്കരുത്. നിങ്ങളുടെ വിരലടയാളങ്ങൾ പോലും അവിടെ പതിയാൻ പാടില്ല. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളോടുകൂടി മാത്രമേ അവിടെ കയറാവൂ. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, സാറേ, ഇവിടെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്താലും സാറ് രക്ഷപ്പെടും എന്നുള്ളതിനകത്ത് എന്തുറപ്പാണുള്ളത്? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അല്ല സാറേ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു DNA ടെസ്റ്റിലൂടെ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇതൊക്കെ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അനഘയും തനിക്ക് കൂട്ടിരിക്കുന്ന സ്ത്രീയും കൊല്ലപ്പെട്ടാൽ അന്വേഷണം പലരിലേക്കും എത്തും. ഒടുവിൽ അത് സാറിലേക്കും വന്നു നിൽക്കും. അങ്ങനെ വന്നാൽ ആ കൊച്ചിൻ്റെ DNA ടെസ്റ്റ് അവർ പൊക്കും. അതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകും. അപ്പോൾ അബി പറയുകയാണ്, ആ കാര്യമൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഇന്ന് രാത്രിയിൽ അനഘയുടെ ചാപ്റ്റർ നിങ്ങൾ ക്ലോസ് ചെയ്യണം. ആ കൊച്ചിനെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. ഒരു DNA ടെസ്റ്റും ഇവിടെ നടക്കില്ല. അതിനു മുമ്പ് ആ പെങ്കൊച്ചിനെ ഞാൻ തട്ടിയിരിക്കും. അയ്യോ സാറേ, സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരു കൊച്ചു കുഞ്ഞല്ലേ, അതും സാറിൻ്റെ കുഞ്ഞ്. എടോ, പവൻ കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിൽ വളർന്നാൽ മുറിക്കണമെന്നാണ് പ്രമാണം. അതുകൊണ്ട് അവൾ എൻ്റെ കുഞ്ഞായാലും അത് തട്ടിയേ പറ്റൂ. ഇതെൻ്റെ ജീവിതമാണ്, എൻ്റെ മാത്രം ജീവിതം. അബിയുടെ വായിൽ നിന്നും പുറത്തു വരുന്ന ഈ വാക്കുകളൊക്കെ കേട്ടുകൊണ്ട് നവ്യ ഒരു വലിയ ഞെട്ടലോടെ പരിസരബോധം പോലും നഷ്ടപ്പെട്ട് ഹൃദയം തകർന്നു നിൽക്കുകയാണ്. നവ്യയുടെ തല കറങ്ങാൻ തുടങ്ങുന്നു. ഇപ്പോൾ താഴെ വീണു പോകുമോ എന്നുള്ളൊരു ഭയം തൻ്റെ മനസ്സിലേക്ക് വരികയാണ്. തുടർന്ന് മെല്ലെ നവ്യ ഭിത്തിയിൽ പിടിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. അങ്ങനെ നടന്ന് നവ്യ നയനയുടെ മുറിയിലേക്കാണ് എത്തുന്നത്. ഈ സമയത്ത് നയന ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ട് മുറിയിലിരിക്കുകയാണ്. അപ്പോൾ നവ്യ അവിടേക്ക് കിതച്ചുകൊണ്ട് കയറി ചെല്ലുന്നു. എന്നിട്ട് നയനെ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് നയന, ചേച്ചി എന്തു പറ്റി? ഇത് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് നവ്യയുടെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. ഉടനെ നവ്യ പറയുകയാണ്, നയനെ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെയും ആദർശേട്ടനെയും തെറ്റിദ്ധരിച്ചു. ആവശ്യമില്ലാതെ ഞാൻ നിങ്ങളുടെ ബഹളമുണ്ടാക്കാൻ വന്നു. എനിക്ക് മാപ്പ് തരണം. ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇപ്പോൾ ഇങ്ങനെ വന്ന് പറയാൻ എന്തുണ്ടായി? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? നയനെ, അവൻ എന്നെ ചതിക്കുകയായിരുന്നു. എന്നെ മാത്രമല്ല, ഈ അനന്തപുരിയിലുള്ള എല്ലാവരെയും അവൻ ചതിക്കുകയായിരുന്നു. ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് തെളിച്ചു പറ. നയനെ, ഞാൻ കുഞ്ഞിനെ ഉറക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അബി ആരോടോ ഫോണിൽ അടക്കം പറയുന്നതാണ് കേട്ടത്.
അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. അതുകൊണ്ട് അവൻ അറിയാതെ അവൻ്റെ പിൻപിൽ പോയി ശബ്ദമുണ്ടാക്കാതെ ഞാൻ നിൽക്കുമ്പോൾ അവൻ പറയുകയാണ്, ഇന്ന് രാത്രിയിൽ അനഘയെ കൊല്ലണമെന്ന്. എന്തിനാണ് അനഘയെ അവൻ കൊല്ലുന്നത്? അനഘയുമായിട്ട് അവൻ എന്തു ബന്ധമാണുള്ളത്? പിന്നെയും മറ്റൊരു കാര്യം കൂടി അവൻ പറഞ്ഞു. ഈ കുഞ്ഞിനെ, ഇത്രയും പറയുമ്പോഴേക്കും ചന്തുമോള് നവ്യയുടെ മുഖത്തേക്ക് ആകാംക്ഷയോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നവ്യ പറയുന്നു, ഇല്ല, എനിക്കത് പറയാൻ പറ്റില്ല ഈ കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ച്. അവൻ എന്നെ ചതിക്കുകയായിരുന്നു. എന്നെയും എൻ്റെ കുഞ്ഞിനെയും അവൻ ചതിച്ചു. ചന്തുമോൾ അവൻ്റെ കുട്ടിയാണ്. എൻ്റെ കാതുകൊണ്ട് ഞാൻ കേട്ടതാണെന്ന് അതിനെ അവനത് വിളിച്ചു പറയുന്നത്. ഇന്ന് രാത്രിയിൽ അനഘയും അവൾക്ക് കൂട്ടിരിക്കുന്ന ആ സ്ത്രീയും കൊല്ലപ്പെടും. അവനതിനുവേണ്ടി ആളിനെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. DNA ടെസ്റ്റിനെ കുറിച്ചൊക്കെ അവൻ സംസാരിച്ചു. DNA ടെസ്റ്റ് നടക്കുന്നതിന് മുൻപ് തന്നെ അവൻ അനന്തപുരിയിലും ഒരു കൊലപാതകം നടത്തും. നവ്യയുടെ ഈ സംസാരമെല്ലാം കേട്ടിട്ട് നയനെ ആകപ്പാടെ പരിഭ്രമിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും നവ്യ പറയുന്നു, എന്തെങ്കിലും ഉടനെ ചെയ്യണം നയനെ. ആ ചതിയനെ വെറുതെ വിടാൻ പാടില്ല. ഇനി അവൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കഴിഞ്ഞു, ഇതോടെ എല്ലാം കഴിഞ്ഞു. നീ എത്രയും പെട്ടെന്ന് ആദർശേട്ടനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. അപ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചി, കാര്യങ്ങളൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അറിഞ്ഞതാണ്. ചന്തുമോൾ അബിയുടെ കുഞ്ഞാണ് എന്നുള്ളത് പല തെളിവുകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. അനഘ കോമാ സ്റ്റേജിലാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അവളുടെ ശരീരം അനക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവൾ സംസാരിച്ചു. അവൾ പറഞ്ഞു അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന്. കൂടാതെ ഞങ്ങൾ DNA ടെസ്റ്റും നടത്തി. അതിലും അബി തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ. നയനെ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്നോട് മറച്ചു വെച്ചത്? അത് ഏറ്റവും വലിയ ചതിയായിരുന്നില്ലേ? നിങ്ങൾ ഇതറിഞ്ഞപ്പോൾ ആദ്യം എന്നോടായിരുന്നില്ലേ ഇതൊക്കെ പറയേണ്ടിയിരുന്നത്? എത്ര വലിയ സന്തോഷത്തോടെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഈ അനന്തപുരിയിലേക്ക് വന്നത്. ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം തകർത്ത് കളഞ്ഞല്ലോ. ചേച്ചി, സാവകാശമെല്ലാം പറയാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞങ്ങൾ. ആദർശേട്ടനാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ പറയുമ്പോഴും സത്യം മറ്റൊന്നാണ് എന്ന് ഞങ്ങൾ പറയാതിരുന്നത്, ഈ കുഞ്ഞിനെ വളർത്താം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ചേച്ചിയുടെ ജീവിതത്തെ മാത്രം ഓർത്തിട്ടാണ്. ഈ സത്യം ഒരിക്കലും ചേച്ചി അറിയില്ലായിരുന്നു. പക്ഷേ അബി തന്നെയാണ് ഇതെല്ലാം പുറത്തു വരുവാൻ കാരണക്കാരനായി മാറിയത്. ഇത് കേട്ടിട്ട് നവ്യ ആകെ തകർന്നു നിൽക്കുകയാണ്. തുടർന്ന് നവ്യ പറയുന്നുണ്ട്, അബി ഇത്രയും നാൾ കളിച്ചു, ഇനി നവ്യ കളിക്കാൻ പോവുകയാണ്. നവ്യ ആരാണ് എന്നുള്ളത് അവൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇത് പറഞ്ഞുകൊണ്ട് നവ്യ തൻ്റെ മുറിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. വരുവാൻ പോകുന്ന എപ്പിസോഡുകൾ വമ്പൻ ട്വിസ്റ്റുകൾ നിറഞ്ഞതാണ്. ഈ എപ്പിസോഡുകളുടെ റിവ്യൂ തീർച്ചയായിട്ടും കാണുവാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുവാൻ മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.